ന്യൂസിലാൻഡിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഗ്രോസറീൻ്റെ വില എത്രമാത്രം ഉയർന്നുണ്ടെന്ന് കേട്ടാൽ രണ്ടുപേരുള്ള ഒരു ചെറിയ ഫാമിലിയിലെ ആൾക്കാർ പോലും ലിറ്ററലി ഞെട്ടിപ്പോവും. 2021 ഒരു നോർമൽ ഫാമിലി ആഴ്ചയിൽ $130 ഷോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 2023 ഏകദേശം $150. 2025 അത് 170 തൊട്ടു. അതായത് 3 വർഷത്തിൽ തന്നെ 30% ഇൻക്രീസ് ഉണ്ടായി. കാരണം ന്യൂസിലാൻഡിൽ 2022 ഇൻഫ്ലേഷൻ 7.2% വരെ പോയി. 2023 ആയപ്പോഴത്തേക്കും അത് 5.7% വന്നു. 2024 4.7%, ഇപ്പം 2026 ആവറേജ് 4% പക്ഷെ സാലറി സൈഡിൽ നമ്മൾ മിനിമം വേജ് നോക്കുമ്പം 2021 $20, 2025 ആയപ്പോഴത്തേക്കും $23.50 മാത്രമാണ് ഉയർന്നത്. അതായത് ഗ്രോസറി 30% ഉയർന്നപ്പം സാലറി വെറും 17% മാത്രമാണ് ഉയർന്നത്. ഇതാണ് ന്യൂസിലാൻഡിലുള്ള റിയൽ സ്ട്രഗിൾ. ഇനി നമുക്ക് 2 പേരുള്ള ഒരു ഫാമിലീനെ എടുത്തു നോക്കാം. വീക്കിലി ഗ്രോസറി ഏകദേശം $170 വരികയാണെങ്കിൽ മന്ത്ലി അത് $680 ആയി. ഇനിയിപ്പോൾ റെൻറ്റ് ഒരു 1 BHK വീട് റെൻറ്റിന് എടുത്തിരിക്കുകയാണെങ്കിൽ ഏകദേശം $520 പെർ വീക്ക് ആണെങ്കിൽ മന്ത്ലി അത് $2080 ആയി. ഇനി ഒരു പവർ ബില്ല് $180, ഇൻ്റർനെറ്റിനൊരു $90, കാറിൽ പെട്രോൾ അടിക്കാൻ $250, ഇതെല്ലാം കൂടെ ചേർത്താൽ മന്ത്ലി എക്സ്പെൻസ് ഏകദേശം $3200 തൊട്ടു. ഇനി മിനിമം വേജിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി ഇൻകം ഏകദേശം $3700 ആണ് കിട്ടുക. അതിൽ $3200 നമ്മുടെ ബേസിക് ചിലവുകൾക്ക് തന്നെ പോയി കഴിഞ്ഞാൽ ബാക്കി $500 മാത്രം. ഇതെങ്ങനെ സേവ് ചെയ്യാനാണ്? നമുക്ക് ഇത് മാത്രമല്ലാതെ ബാക്കി വേറെ കുറേ ചിലവുകളുണ്ടല്ലോ. ഹെയർ കട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് മേടിക്കാനുണ്ട്, പുറത്ത് പോയി കഴിക്കാനുണ്ട്. ഇങ്ങനെയുള്ള ചിലവുകൾക്കൊക്കെ നമ്മൾ സഫർ ചെയ്യേണ്ടി വരും. ലിറ്ററലി സർവൈവൽ മോഡിലാണ് നമ്മളിവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യയായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പർച്ചേസ് പവർ പാരിറ്റി PPP പ്രകാരം $100 ഇന്ത്യയിൽ കിട്ടുന്ന സാധനത്തിന് ന്യൂസിലാൻഡിൽ ഏകദേശം $3 to $4 വരും. അതായത് ഇന്ത്യയിൽ $3000 കിട്ടുന്ന ഒരു മന്ത്ലി ഗ്രോസറി ന്യൂസിലാൻഡിൽ $120 മുതൽ $150 വരെ ആവും. ഞാൻ ആദ്യമായി ഇവിടെ വന്നപ്പം എനിക്ക് $170 ഗ്രോസറി ബില്ലായിട്ട് വന്നത്. അത് കണ്ട് ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കമ്പയർ ചെയ്തത് മിനിമം വേജുള്ള ആൾക്കാരുടെ കാര്യമാണ്. അതുകൊണ്ട് ന്യൂസിലാൻഡിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ ബ്രൂട്ടലി ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു വാർണിംഗ് എന്താണെന്ന് വെച്ചാൽ, സാലറി ഉയരുന്നത് കണ്ടിട്ട് നമ്മൾ ഫൂൾ ആവരുത്. ലിവിങ് കോസ്റ്റ് അതിലും ഉയർന്നതാണ്. ഈ റീല് നിങ്ങൾ സേവ് ചെയ്യൂ. ഇങ്ങോട്ടേക്കോ അല്ലെങ്കിൽ വിദേശത്തേക്കോ പോകാനിരിക്കുന്നവർക്ക് അയച്ചു കൊടുക്കും.